കോട്ടയം രാമപുരത്ത് ജ്വല്ലറി ഉടമയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവത്തിൽ പൊള്ളലേറ്റ കണ്ണനാട്ട് ജ്വല്ലറി ഉടമ അശോകൻ മരിച്ചു. ഇന്നലെ രാവിലെയാണ് അശോകനെ മറ്റൊരു കടയുടമ മോഹൻദാസ് തീ കൊളുത്തിയത്. ഗോകുലുണ്ട്. ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം രാമപുരത്ത് ജ്വല്ലറി ഉടമയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതായിരുന്നു. പൊള്ളലേറ്റ കണ്ണനാട്ട് ജ്വല്ലറി ഉടമ അശോകൻ മരിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ ഗോകുലുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഇന്നലെ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഇപ്പോൾ മരിച്ചിരിക്കുന്നു. ഈ പ്രതിയെ മുൻപ് തന്നെ പിടികൂടിയിട്ടുണ്ട്. ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? വിശദാംശങ്ങൾ. അഖില, എന്തായാലും ആ സംഭവത്തിന്റെ പ്രതി അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ പൊള്ളലേറ്റ വ്യക്തി മരിച്ചിരിക്കുന്നു എന്നുള്ള ദാരുണ വാർത്തയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കോട്ടയം രാമപുരത്ത് തമ്മിൽ ഉണ്ടായ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജ്വല്ലറി ഉടമയായിട്ടുള്ള അശോകൻ എന്ന് പറയുന്ന ആളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താനായിട്ട് ശ്രമമുണ്ടായത്. ഇന്നലെ ഗുരുതരമായിട്ട് പൊള്ളലേറ്റതിനെ തുടർന്ന് അശോകനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ഇന്ന് ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാവുകയുണ്ടായത്. ഈ രാമപുരത്ത് ഈ അശോകന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ജ്വല്ലറി ഉടമയായിട്ടുള്ള മോഹൻദാസ് എന്ന് പറയുന്ന ആളാണ് ഈ അശോകനെ തീ കൊളുത്തുകയുണ്ടായത്. ഇവർ തമ്മിൽ ഏറെ നാളായിട്ട് ചില സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇന്നലെ ആ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിലേക്ക് എത്തിയതിനെ തുടർന്നാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്ന സംഭവം ഉണ്ടായത്. എന്തായാലും ഇന്നലെ വൈകിട്ട് തന്നെ ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളെ ബാക്കി ചോദ്യം ചെയ്യലുകൾ നടപടികൾക്ക് ശേഷം അറസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതായിട്ടും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ അശോകന്റെ മൃതദേഹം വീട്ടുകാർക്ക് നൽകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സംസ്കാര ചടങ്ങുകളൊക്കെ അതിനുശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നാണ് ആ വീട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ബാക്കി തെളിവെടുപ്പ് നടപടികളുമായൊക്കെ തന്നെ ഈ പ്രതി മോഹൻദാസിനെ അത്തരത്തിലുള്ള നടപടികൾക്ക് കൂടി വിധേയമാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അഖില, ഇന്നലെ രാവിലെയാണ് അശോകനെ മറ്റൊരു കടയുടമ മോഹൻദാസ് തീ കൊളുത്തിയത്. അദ്ദേഹം ഇപ്പോൾ മരിച്ചിരിക്കുന്നു. തുടർ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.